2025 മലയാള സിനിമയ്ക്ക് 530 കോടിയുടെ നഷ്ടമുണ്ടായെന്ന് ഫിലിം ചേംബർ. പുറത്തിറങ്ങിയ 185 സിനിമകളിൽ 150 എണ്ണവും പരാജയമായിരുന്നുവെന്ന് ഫിലിം ചേംബർ പുറത്തുവിട്ട കണക്കിൽ പറയുന്നു. 9 ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് ഗണത്തിലും 16 ചിത്രങ്ങൾ ഹിറ്റ് ഗണത്തിലും ഉൾപ്പെടുന്നു. തിയേറ്റർ റിലീസ് ചെയ്ത് ആവറേജ് കളക്ഷൻ ലഭിക്കുകയും OTT വഴി കൂടി വരുമാനം ലഭിച്ച 10ഓളം ചിത്രങ്ങൾ മുടക്കുമുതൽ തിരിച്ചുപിടിച്ചതായും കേരള ഫിലിം ചേംബർ കൊമേഴ്സ് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കിട്ടാണ് ഇക്കാര്യം അറിയിച്ചത്. 2025 മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ പരീക്ഷണങ്ങളുടെയും പ്രതീക്ഷകളുടെയും വർഷമായിരുന്നു. 185ഓളം പുതിയ ചിത്രങ്ങളാണ് ഈ വർഷം തിയേറ്ററിൽ റിലീസ് ചെയ്തത്. എന്നാൽ ഇതിൽ എത്ര ചിത്രം ലാഭമുണ്ടാക്കി, എത്ര കോടി രൂപയാണ് ഇൻഡസ്ട്രിക്ക് നഷ്ടം സംഭവിച്ചത്? മലയാള സിനിമയുടെ ഈ 2025 ബോക്സ് ഓഫീസ് റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 185 സിനിമകൾ കൂടാതെ 8 റീ റിലീസ് ചിത്രങ്ങളും പോയ വർഷത്തിൽ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു. പുതിയ ചിത്രങ്ങൾക്ക് മുതൽ മുടക്ക് 860 കോടിയോളം വരും. അതിൽ 9 ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് എന്ന ഗണത്തിലും 14 ഓളം ചിത്രങ്ങൾ ഹിറ്റ് എന്ന ഗണത്തിലും തിയേറ്റർ വരുമാനം ലഭിച്ച കണക്കുകൾ പ്രകാരം വിലയിരുത്താം. കൂടാതെ തിയേറ്റർ റിലീസ് ചെയ്ത് ആവറേജ് കളക്ഷൻ ലഭിക്കുകയും OTT വഴി കൂടി വരുമാനം ലഭിച്ച 10ഓളം ചിത്രങ്ങൾ കൂടി മുതൽ മുടക്ക് തിരികെ ലഭിച്ചതായി കണക്കാക്കാം. 150ഓളം ചിത്രങ്ങൾ തിയേറ്ററിൽ പരാജയപ്പെട്ടതായി വിലയിരുത്താം. മുടക്കുമുതൽ തിരികെ കിട്ടിയതും ലാഭം ലഭിച്ചതുമായ ചിത്രങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മലയാള സിനിമാ വ്യവസായത്തിന് 530 കോടി നഷ്ടം സംഭവിച്ചു എന്നാണ് ഈ വർഷത്തെ കണക്ക്. 2025 റിലീസ് ചെയ്ത ചിത്രങ്ങൾ ട്രെൻഡായെങ്കിലും 8 പഴയ മലയാള ചിത്രങ്ങൾ റിലീസ് ചെയ്തതിൽ 3 ചിത്രങ്ങൾ മാത്രമാണ് ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചത്. 2025 സംബന്ധിച്ച് ഈ ഇൻഡസ്ട്രി ഹിറ്റുകളായ ഏതാനും ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നഷ്ടത്തിന്റെ കണക്ക് തന്നെയാണ് മലയാള സിനിമയ്ക്ക് വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം ബാക്കി പത്രം.